ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ലൈൻ ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. സി പി ആറിനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ വളരെ ഇന്നലെ എടുത്ത ട്രേഡ് പോലത്തെ തന്നെ ഒരു ട്രേഡാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ പോലെ ഒരു 180 ക്വാണ്ടിറ്റി ചെയ്യാം. ഞാൻ അങ്ങനെ യൂഷ്വലി ചെയ്യാറില്ല, പക്ഷേ ഇന്നലത്തെ സെയിം ഒരു ട്രേഡ് പോലെ തന്നെയാണ് എനിക്കിന്നിപ്പം മാർക്കറ്റിൽ നോക്കുമ്പോൾ തോന്നുന്നത്. സോ നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം നമ്മൾ റെഡിയാണ്. ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം ഉണ്ടാവാൻ നല്ലൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സി പി ആറിനെ നമുക്കൊന്ന് മാറ്റി ചാർട്ടിനെ ഒന്ന് ഫ്രഷ് ആക്കി വയ്ക്കാം. ഓക്കെ, നമ്മുടെ ലൈനിനെ ഒന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ട്രേഡിൽ എൻ്റർ ആവാം. അവിടെ ഒരു പ്രശ്നം ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ആറിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ചിലപ്പോൾ സി പി ആറിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നമ്മളെ ലൈനിനെ ബ്രേക്ക് ചെയ്യുമ്പം എല്ലാവരും അപ്പോൾ കയറി ഒരു സെൽ പൊസിഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് ഒരു റിവേഴ്സൽ ഫോം ചെയ്യാനും ചാൻസ് ഉണ്ട്. നമ്മുടെ അയ്യോ ട്രേഡേഴ്സ് ഒരു കുഴപ്പം പറ്റി. ഞാനേ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചത് ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടിലായിപ്പോയി. സ്പോട്ടിലാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്, എൻട്രിയും എക്സിറ്റും. അയ്യോ മാറിപ്പോയി, ഫോളും വരുന്നുണ്ടല്ലോ. ഇന്നലെ ഒരാൾ ചോദിച്ചായിരുന്നു, പെട്ടെന്ന് ശ്രദ്ധിച്ചോളേ. ഇന്നലെ ഒരാൾ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ലൈൻ ഡ്രോ ചെയ്യുന്നത്. ഫിബോയെ എടുത്ത് താഴോട്ട് പ്ലോട്ട് ചെയ്യുന്നു. 0.6% ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് വയ്ക്കുന്നു. ടെൻഷനായി. നമ്മൾ വളരെ കാമം ആയിട്ട് നമ്മൾ ലൈനൊക്കെ ഡ്രോ ചെയ്ത് വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നേ. ഓക്കെ, ശരിയാണല്ലോ അല്ലേ? ഓക്കെ, ചേട്ടാ ഇന്നലെ ഇപ്പോൾ ചോദിച്ച പുള്ളിക്കുള്ള റിപ്ലൈ ആണ്. ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ ഡ്രോ ചെയ്യുന്നത്. ലൈൻ ഡ്രോ ചെയ്ത് അവിടെ ബ്രേക്ക് ഡൗൺ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ട്രേഡ് എടുക്കാറാണ് പതിവ്. നമ്മളുടെ ലൈനിലേക്ക് ഒരു ബ്രേക്ക് ഡൗൺ. ഓക്കെ, നമുക്ക് ട്രേഡിൽ എൻ്റർ. ഷട്ട് കണ്ട ട്രേഡേഴ്സ് ഫുൾ റെഡിയായിരിക്കുമായിരുന്നു. അയ്യോ സോ ബാഡ്. അയ്യോ ഫുള്ളി റെഡിയായിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ആ തെറ്റ് വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ലൈനെ ബ്രേക്ക്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിന്നൊരു റിജക്ഷൻ മേലിലേക്ക് കിട്ടി. നമ്മുടെ ലൈനിൻ്റെ തൊട്ട് മേലേരിയയിൽ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിലും ട്രേഡ് എടുക്കായിരുന്നു. നമ്മളുടെ ടാർഗറ്റ് വരെ ഹിറ്റ് ചെയ്ത് ട്രേഡേഴ്സ് ഇന്നലെ ഞാൻ കിട്ടിയില്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സാധനം നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റാത്തപ്പോൾ ഉള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേതാ. 160 പോയിൻറ്റോളം മൂവ് ചെയ്തു. ഇനിയിപ്പം ഇവിടെ നിന്നൊരു റിജക്ഷൻ ഒന്നും മേളിലോട്ട് വരാൻ ചാൻസ് ഇല്ല. ഷട്ട് കിട്ടിയില്ല ട്രേഡേഴ്സ്. മാർക്കറ്റ് സി പി ആറിനെ ബ്രേക്ക് ചെയ്ത് ഉടനെ തന്നെ അത്രയും നല്ലൊരു ഫോൾ വന്നു. നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്ത് എത്ര ബ്യൂട്ടി. ആർക്കൊക്കെ ട്രേഡ് കിട്ടി, എത്ര പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്തെന്നൊന്ന് കമൻറ്റ് ചെയ്യണതേ. നമ്മുടെ ഓർഡർ ബുക്ക് ട്രേഡേഴ്സ് ആദ്യത്തെ ട്രേഡ് സെറ്റപ്പ് നമുക്ക് കിട്ടിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ടാർഗറ്റ് ഏകദേശം ഈ ഏരിയയിൽ വരും. ഇതിനൊന്ന് സൂം ചെയ്യാം. ഓക്കെ, നമ്മുടെ എൻട്രി പോയിൻ്റ് അവിടെയാണ്. 38 പോയിൻറ്റ്സ് എന്ന് പറയുമ്പം വലിയ റിസ്ക് ഇല്ല. 38 പോയിൻറ്റ്സ് 78 പോയിൻറ്റ്സിൻ്റെ തന്നെ സ്റ്റോപ്പ് ലോസ് ആണ് കൊടുക്കുന്നത്. നമുക്ക് എൻട്രി എടുത്ത് 51,400 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്ത് 150 ക്വാണ്ടിറ്റി. 150 ബൈ ചെയ്യണ്ടായിരുന്നല്ലേ. രാവിലെ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളുടെ ഭ്രാന്താവും, സൈക്കോളജി എല്ലാം കിളി പാറിയെന്ന് പറയത്തില്ലേ. പോട്ടെ, കുഴപ്പമില്ല. കാം, ഇതൊക്കെ പാർട്ട് ഓഫ് എ ഗെയിം എന്ന് വിചാരിക്കുക. നല്ല വിഷമമുണ്ട്, എന്നാലും അങ്ങനെ വിചാരിക്കുക. ഓക്കെ, 150 ക്വാണ്ടിറ്റി 105 എടുത്താൽ മതിയായിരുന്നു. സാരമില്ല. ഏതായാലും റിസ്ക് എടുക്കണ്ട. നമുക്ക് കിട്ടിയത് 469.81 നമുക്ക് നമ്മളുടെ എൻട്രി കിട്ടിയത്. അപ്പോൾ 432 433 സ്റ്റോപ്പ് ലോസും ട്രിഗർ പ്രൈസും വച്ചേക്കാം. ഇപ്പം ചെറിയൊരു ലോസ് റണ്ണിങ് ആണ്. ഓക്കെ,
ഇപ്പോൾ ഒരു 1000 എബോ ലോസ് റണ്ണിങ് ആണ്. ഇവിടെ ട്രേഡ് നമ്മൾ എടുക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ്. കാരണം പ്രീവിയസ് ഡേ ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടെ പറയാം. പ്രീവിയസ് ഡേ ലോയൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പം ഒരുപാട് പേര് കണ്ട പ്രീവിയസ് ഡേ ലോയെ ബ്രേക്ക് ചെയ്ത് ആ മഞ്ഞ ലൈനാണ് പ്രീവിയസ് ഡേ ലോ. ആ പ്രീവിയസ് ഡേ ലോയൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേര് അവിടെ സെൽ എൻട്രി എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് അവിടെ നിന്ന് ചിലപ്പം മേളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യുന്നുള്ളൂ. എടുക്കാനുള്ള കാരണം വേറൊന്നുമല്ല, അവിടെ ഒരുപാട് പേര് ബൈ ചെയ്യണോ സെല് ചെയ്യണോ, ബൈ ചെയ്യണോ സെല് ചെയ്യണോ എന്ന് ആലോചിച്ച് നിൽക്കുന്നൊരു പോർഷനാണ്. അതുകൊണ്ട് അങ്ങനെ ആലോചിക്കുന്നവർക്ക് വേണ്ടി അത് സെല് ചെയ്തോളൂ എന്ന് പറഞ്ഞ് മാർക്കറ്റ് താഴത്തോട്ട് വീഴാൻ നല്ലൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. പ്രോബബിലിറ്റി ആണല്ലോ നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്, അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കേണ്ട ഒരു സാധനം. അപ്പം ഒന്നില്ലെങ്കിൽ മേലിലോട്ട് പോകും, അല്ലെങ്കിൽ താഴോട്ട് വരും, അല്ലെങ്കിൽ സൈഡ് വൈസോ. അപ്പം നമുക്ക് കൂടുതൽ കൺവിക്ഷൻ ഏത് സൈഡിലോട്ടാണ്. ഇത് സത്യത്തിൽ നമ്മളുടെ ഒരു സിസ്റ്റം പ്രകാരം അല്ല എടുത്തത്, ഇതെൻ്റെ ഒരു കൺവിക്ഷൻ കൊണ്ട് മാത്രം. അങ്ങനെ നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പേടിച്ച് നിൽക്കുന്ന ട്രേഡേഴ്സിനെ മാർക്കറ്റ് ഓക്കെ ഞാൻ താഴത്തോട്ട് പോവുകയാണ് എന്നും പറഞ്ഞ് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം കാണിക്കാനാണ് ചാൻസ്. അപ്പം ഏതായാലും ഇപ്പം ഒരു 3000 അടുപ്പിച്ചുള്ള ലോസ് റണ്ണിങ് ആണ്. നമുക്ക് 2000+ ആയി ലോസ്. നമ്മൾ ട്രേഡ് എടുക്കാൻ കാത്തിരിക്കുകയായിരുന്നെന്ന് തോന്നുന്നു. ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുക, നല്ല ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. നേരത്തെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വരുമ്പോൾ എല്ലാവരും സെല് ചെയ്യണോന്ന് നമ്മുടെ തീരാറായെന്ന് തോന്നുന്നു. ഇല്ല, അത്രയും നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടും ഒരു ഓക്കെ വലിയൊരു ചേഞ്ച് ഉണ്ടായില്ല സ്ട്രൈക്ക് പ്രൈസിൽ. ഈ ഒരു ഏരിയ എക്സാക്റ്റ് 100 പോയിൻറ്റ്സ്. ഇത് പെട്ടെന്ന് ടാർഗറ്റ് എടുത്ത് ഇറങ്ങേണ്ടി വരും. കാരണം താഴത്തോട്ടാണ് വരുന്നതെങ്കിൽ പെട്ടെന്ന് താഴത്തോട്ട് ഒരു മൊമെൻറ്റം കാണിച്ചിട്ട് പിന്നെ അവിടുന്ന് തന്നെ മേളിലേക്ക് പോകാനുള്ള ചാൻസസും ഉണ്ട്. സോ 3000 എബോവ് ആയല്ലോ ലോസ്. ഓക്കെ, താഴോട്ട് വരുന്നുണ്ട്. 1500 3000+ ആണ് ലോസ് കാണിച്ചത്. ഞാൻ ഓർത്ത് തീർന്നു പരിപാടിയിൽ നിന്ന്. ഓക്കെ, നമ്മളുടെ എൻട്രി 469 പോയിന്റ്. അപ്പോൾ 470 കൂട്ടാം. നമുക്ക് നമ്മളുടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസിനെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വെച്ചേക്കാം ട്രേഡേഴ്സ്. നമുക്ക് 469.81 കിട്ടിയത്. അപ്പം 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 519 അല്ലേ? ഓക്കെ, 519 ഒരു 500-ൻ്റെയൊക്കെ അടുപ്പിച്ചെത്തുമ്പോൾ ഭയങ്കര വോളറ്റൈലാണ് കണ്ടോ. അതാണ് ഇത്രയും ക്വാണ്ടിറ്റി എടുക്കേണ്ടായിരുന്നത്. നമുക്ക് അത്രയും ഉറപ്പില്ലെങ്കിൽ പിന്നെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. കാരണം നമുക്ക് എത്ര രൂപ കൂടുതൽ കിട്ടുമോ അത്രയും കൂടുതൽ തന്നെ നമ്മൾ ലോസ് ചെയ്യാനും മാർക്കറ്റിൽ നഷ്ടപ്പെടുത്താനുമുള്ള സാധ്യതകൾ അത്രയും തന്നെ ഉണ്ട്. നമ്മൾ 200 ക്വാണ്ടിറ്റി എടുത്താൽ അതിനനുസരിച്ച് പ്രോഫിറ്റും അത്രയും ലാഭവും നമുക്ക് കിട്ടും. പക്ഷേ നേരെ തിരിച്ച് അത് നമുക്ക് എഗ്നിസ്റ്റാണ് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ ലോസും നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെപ്പോഴും നമ്മളുടെ കൺസിഡറേഷനിൽ ഉണ്ടാവണം. ഓക്കെ ഫോൾ. നേരത്തെ ക്യാൻഡിലിൻ്റെ ലോയർ മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്താൽ മതി. നമ്മുടെ ടാർഗറ്റ് പ്രീമിയത്തിൽ നല്ലൊരു സ്പൈക്ക് കിട്ടി. കണ്ട പ്രീവിയസ് ഡേ ലോയുടെ അവിടെ തന്നെ മേലോട്ട് പോയാൽ സ്റ്റോപ്പ് ലോസ്, താഴത്തോട്ട് വന്ന ടാർഗറ്റ്. കാര്യം സിമ്പിളാണ്. നമ്മൾ കൂളല്ലാത്ത ഇപ്പം ഒരു കൂൾ അല്ല. കാരണം നമ്മളുടെ ഒരു സിസ്റ്റം പ്രകാരം എടുത്ത ട്രേഡല്ല, അല്ലെങ്കിൽ നമ്മളവിടെ വെറും ഒരു കൺവിക്ഷൻ കണ്ടുകൊണ്ട് മാത്രം എടുത്താണ്. നമ്മളുടെ സിസ്റ്റം പ്രകാരമുള്ള ട്രേഡ് എടുക്കണമായിരുന്നു, എടുത്തിരുന്നെങ്കിൽ പ്രോഫിറ്റ് ആയിരുന്നു, ഇറങ്ങണമായിരുന്നു. പക്ഷേ അതൊന്നും അല്ലാതെ നമ്മൾ നെക്സ്റ്റ് ഒരു ട്രേഡ് എടുത്തു. ഇതിപ്പം സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഒന്നും പറയാനില്ല. നമ്മൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ട്രേഡ്, സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ക്ലോസ് വേറെ. ഓക്കെ ട്രേഡേഴ്സ്, മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ട്. 491 ഗുഡ്. ഓക്കെ 3000. ഓക്കെ ഒരു 5000 ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്തേക്കാം. ഞാൻ ഏതായാലും ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്.
5000 എബോവ് ടാർഗറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ കോസ്റ്റിൽ കൊണ്ട് വച്ചേക്കും, ഒരു 500 റുപ്പീസോ വല്ലതും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്, പ്രോഫിറ്റ് അല്ല കോസ്റ്റ് തന്നെ എക്സിറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നു. സോ ഓക്കെ, വീണ്ടും താഴോട്ട് പോണു. 3000 കൂടി. ഓക്കെ, 4000. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. 5000. ഓക്കെ, 6000. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രേഡിൽ ലോസില്ല. ട്രേഡ് 7000. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ ഓക്കെ ട്രേഡേഴ്സ്, നമ്മൾ പ്രോഫിറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 7300 പ്രോഫിറ്റ് നമ്മൾ ഓവറോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ട്രേഡ് എടുക്കാനുള്ള റീസൺ ജസ്റ്റ് സിമ്പിൾ റീസൺ ആണ്. മാർക്കറ്റ് പ്രീവിയസ് ഡേ ലോയെ ബ്രേക്ക് ചെയ്തു, വലിയൊരു ബെയറിഷ് ക്യാൻഡിൽ കൊണ്ട് അവിടുന്ന് വന്ന് ജസ്റ്റ് താഴത്തോട്ടൊരു ഫോൾ കിട്ടുമെന്ന് വിചാരിച്ചു. നമ്മളുടെ ട്രേഡിൽ എൻ്ററായി ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സ് ബുക്ക് ചെയ്തു. ഓവറോൾ ഒരു 7000 പ്ലസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇതായിരുന്നു ട്രേഡ്. താങ്ക് യു ട്രേഡേഴ്സ്.